സുഹൃത്തുക്കളെ, നമ്മൾ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഈ അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷമുണ്ടായ വിവാദങ്ങൾ ആ, അത് നമ്മുടെ കേരള രാഷ്ട്രീയത്തിലുള്ള ജാതീയമായ വൈരുദ്ധ്യങ്ങൾ പുറത്ത് കാണിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. എല്ലാ അവാർഡ് പ്രഖ്യാപനം കഴിയുമ്പോഴും വിവാദങ്ങൾ ഉണ്ടാകാറുണ്ട്. തീർച്ചയായിട്ടും അതെല്ലാം അതാത് ഈ നിലനിൽക്കുന്ന വ്യവസ്ഥിതിയിലെ രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇവിടെ വെറും രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങളല്ല, ഇവിടെ സവർണരും അവർണരും എന്നുള്ള വിവേചനം. അപ്പം അത് ഈ വെളുത്തവനും കറുത്തവനും എന്ന് പറയുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന അതേ വിവേചനം കൃത്യമായിട്ടും പുറത്തു വരുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ കൾച്ചറിലുള്ള ആ ഒരു കോൺട്രാസ്റ്റാണത്. ലോക നിലവാരത്തിലുണ്ടത്. വംശീയതയായിട്ടാണ് ലോക നിലവാരത്തിൽ വരിക ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇവിടെ ജാതി എന്നുള്ള രീതിയിലാണ്, സവർണ ജാതി അവർണ ജാതി എന്നൊക്കെ പറയുന്ന രീതിയിലാണ്. ന്യൂനപക്ഷങ്ങളെ പോലെ എന്നെ പോലുള്ള ഒരാൾ ന്യൂനപക്ഷത്തിൽ നിൽക്കുമ്പോൾ ഞാൻ അവർണനാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ ഞാൻ അവഗണിക്കപ്പെട്ടവനാണെന്ന് പറയേണ്ടി വരും. കാരണം ഈ മൊത്തത്തിൽ ഈ ന്യൂനപക്ഷമായിട്ട് നിൽക്കുന്നവരെല്ലാം ഒരർത്ഥത്തിൽ നാടുകടത്തപ്പെട്ടവരാണ്. സ്വന്തം നാട്ടിൽ പോലും നാടുകടത്തപ്പെട്ടവരെന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെയാണ് കാണുന്നത്. സ്വന്തം നാട്ടിലേ ജീവിക്കുന്നു, പൗരനായിട്ട് ജീവിക്കുമ്പോൾ നാടുകടത്തപ്പെട്ടവരായി മാറുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമില്ല. അത് കാണുമ്പോൾ നല്ല ആനച്ചന്തൊക്കെ ഉണ്ട്, ഹൈറ്റ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്, ആയ് എന്ത് രസം. പക്ഷെ വളരെ സൂക്ഷ്മമായിട്ട് ഈ ജാതീയത വർക്ക് ചെയ്യും. അത് നേരത്തെ പറഞ്ഞ ഈ വാലുകളുള്ളവർ, സവർണ വാലുള്ളവർ, അവർക്ക് കിട്ടുന്നൊരു പ്രിവിലേജ് വേറെ തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ പക്ഷേ ഇത്തിരി കള്ളൊക്കെ കുടിച്ച് നാടകമൊക്കെ ചെയ്ത് നാടകത്തിൽ രാഷ്ട്രീയം വിപ്ലവമൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരെ പെട്ടെന്ന് അറിയാതെ ഔട്ട്കാസ്റ്റായി മാറും. അത് അതിൻ്റെ ഒരു കണ്ടന്റ് കിടക്കുന്നത്, ഞാൻ സിനിമാ വിവാദത്തിലേക്ക് വരാം. അതിനു മുമ്പ് പൊതുവെ സംഭവിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ, നമ്മുടെ അന്തരീക്ഷത്തിൽ പുരോഗമന പ്രസ്ഥാനങ്ങൾ പൊളിറ്റിക്കലി അവെയറായിട്ട്, പൊളിറ്റിക്കൽ കൾച്ചറൽ ആയിട്ടുള്ള മൂവ്മെൻറ്റ് വേണം. കൾച്ചറൽ പൊളിറ്റിക്സിൻ്റെ സ്പേസസ് എല്ലാ ഗ്രാമത്തിലും ഗ്രാസ് റൂട്ടിലും വികസിപ്പിക്കണം എന്ന് ചിന്തിച്ചുണ്ടാക്കുന്ന പ്രോജക്റ്റിൻ്റെ ആ ഒരു സ്പേസിനകത്ത് ആണ് സ്വതന്ത്രമായിട്ട് അത് നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ പോലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് വിപ്ലവം ചെയ്തവരൊക്കെ ഇങ്ങനെ ഗറില്ലകളെ പോലെ ഇങ്ങനെ പോവും. ബൊളിവിയൻ കാടില്ലെങ്കിലും അവർ സമരം ചെയ്യും. ഭരണകൂടം വെടിയേറ്റ് കൊല്ലപ്പെട്ട്, അല്ലെങ്കിൽ സംഘപരിവാർ RSS വർഗീയ കക്ഷികൾ വെടിയേറ്റ് കൊന്നില്ലെങ്കിൽ രക്തസാക്ഷിത്വം പോലും കിട്ടില്ല. അപ്പോൾ അങ്ങനെ പോയിട്ട് സാധാരണ മരണത്തിൽ പോയിട്ട് അവസാനിക്കും ചിലപ്പോൾ. വിപ്ലവമൊക്കെ പറഞ്ഞ ആൾക്കാർ പോലും അവസാനം പോയിട്ട് സാധാരണ മരണം. കാരണം ഭരണകൂടം വെടിവെച്ച് കൊല്ലുന്നില്ല, വർഗീയ പാർട്ടികളും വെടിവെച്ച് കൊല്ലുന്നില്ലെങ്കിൽ പെട്ടുപോകും. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഈ പുരോഗമന പ്രസ്ഥാനങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും റബലായിട്ട് നിൽക്കുന്ന ആളുകളെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അത് മാവോക്കെ പറഞ്ഞ പോലെ ഒരു വലിയൊരു ഗ്രാമറുണ്ട്, അലഞ്ഞു നടക്കുന്ന കവികളെയൊക്കെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് ലോക വിപ്ലവ ചരിത്രത്തിൽ മാവോ സെത്തുങ്ങാണ്. അവരേറ്റവും കൂടുതൽ ശത്രുക്കളോട് സംബന്ധിച്ച് പ്രാപ്പിഡിയനെ കുറിച്ചും അതൊക്കെ പറഞ്ഞ കവിതകൾ എഴുതിയെക്കുറിച്ചും, കവിത സാമൂഹ്യ പ്രശ്നങ്ങളിൽ നിന്ന് മാറിയിട്ട് ഡീവിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ അത്തരം കവികളെ തെരഞ്ഞു പിടിച്ച്, അല്ലെങ്കിൽ എഴുത്തുകാരെ തെരഞ്ഞു പിടിച്ച് പാസീവായി മാറുന്നവരെ ആക്റ്റീവാക്കിയത് ലെനിനാണ്. വാട്ട് ഈസ് ടു ബി ഡൺ എന്നൊക്കെ വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒരു ചരിത്രം, ഞാൻ അത് മുഴുവൻ പറയുന്നില്ല ഇവിടെ. അപ്പോൾ വാട്ട് ഈസ് ടു ബി ഡൺ പോലുള്ള, അല്ലെങ്കിൽ ട്രേഡ് യൂണിയനെ പറ്റി, അല്ലെങ്കിൽ സ്ത്രീ വിമോചനത്തെ പറ്റി ലെനിൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വായിച്ചാലേ അത് മനസ്സിലാവുള്ളൂ എന്താണ് ഫെമിനിസം എന്നുള്ളത്, സോഷ്യലിസ്റ്റ് ഫെമിനിസം എന്താണെന്നുള്ളത്. നമ്മുടെ ഈ മൊത്തത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തിലേ, ഇപ്പോൾ നമുക്ക് അവാർഡുകൾ ഒരുപാട് വിവാദങ്ങൾ എല്ലാ വർഷങ്ങളിലും ഉണ്ടാക്കിയിട്ടുണ്ട്. നഞ്ചിയമ്മയ്ക്ക് അവാർഡ് കൊടുത്തപ്പോൾ ഒരുപാട് പേര് ക്ലാസിക്കൽ കച്ചേരി അവർക്ക് നടത്താൻ പറ്റുമോ, കച്ചേരി നടത്താൻ പറ്റാത്ത ഒരു സ്ത്രീയാണോ എന്നൊക്കെ ചോദിച്ച് എന്തൊക്കെയോ വിവാദങ്ങൾ വന്നിരുന്നു. ക്ലാസിക്കൽ ബേസ് ഉണ്ടോ. അപ്പം ആ സിനിമയ്ക്ക് ആവശ്യപ്പെടുന്നൊരു ഗംഭീരമായ പാട്ട് അവർ പാടി. സച്ചി പോലുള്ളൊരു സംവിധായകൻ, അത് സിനിമ പലപ്പോഴും അതിൻ്റെ കമേഴ്ഷ്യലായിട്ടുള്ള തലങ്ങളൊക്കെ ഉണ്ടെങ്കിലും, ഒരുപക്ഷെ മികച്ച ഡയറക്ടർക്കൊക്കെ സച്ചിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും, നഞ്ചിയമ്മയുടെ പാട്ട് അതിൽ ഉൾപ്പെടുത്തി എന്നുള്ളതിന് എന്തപ്പത്ര പ്രശ്നം. അന്ന് അത് അവാർഡ് കൊടുത്തപ്പോൾ എന്തുമാത്രം പൊല്ലാപ്പാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചത്. അതിനുശേഷം വിനായകന് അവാർഡ് കൊടുത്തു പ്രിയനന്ദൻ, പ്രിയനന്ദനും സുദേവനും അടങ്ങുന്ന ജൂറി. അപ്പോൾ ഉടനെ പ്രശ്നമായി. ഗംഗ എന്ന് പറഞ്ഞ ക്യാരക്ടർ
കമ്മട്ടിപ്പാടം. അപ്പം പ്രോബ്ലമായി ഇവിടെ. അന്ന് ചർച്ചയുണ്ടായിരുന്നത് വിനായകനൊക്കെ വേറെ എന്തെങ്കിലും വേഷം ചെയ്യാൻ പറ്റും. ആ ഫിലിമിൽ അത് ഗംഭീരമായിട്ട് ചെയ്തോ എന്നുള്ളതാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ സിനിമയ്ക്ക് ആവശ്യപ്പെടുന്ന ബിഹേവിയർ അയാൾ ബിഹേവ് ചെയ്തിട്ടുണ്ടോ? അത് ഡയറക്ടറും എടുക്കുകയാണത്, സംവിധായകൻ്റെ പോലുമല്ല, നടൻ്റെ പോലുമല്ല, ആ ഡയറക്ടറും എടുക്കുകയാണത്. അങ്ങനെ ചിസൽ ചെയ്ത് കൊത്തുപണി ചെയ്തെടുക്കുന്നത്. സ്ക്രിപ്റ്റിലുള്ളത് അങ്ങനെ തന്നെ ഡോക്യുമെൻ്ററി പോലെ പകർത്തലോ അല്ലെങ്കിൽ കല്യാണ ആൽബം പോലെ പകർത്തലോ അല്ല. അതിനകത്ത് എത്ര ക്ലോസപ്പ് വേണം, എത്ര സൈലൻസ് വേണം എന്നുള്ളത് സംവിധായകനാണ് തീരുമാനിക്കുന്നത്. സംവിധായകൻ്റെയാണ് ആത്യന്തികമായിട്ട് സിനിമയുടെ കല തന്നെ. സംവിധായകൻ പറയുന്ന പോലെയാണ് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സംവിധായകൻ പറയുന്ന പോലെയാണ് ഷോട്ട് വയ്ക്കുന്നത്. പിന്നെ വേറെ ആരുടെ കല? അഭിനേതാക്കളൊക്കെ റോ മെറ്റീരിയലായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ക്രിയേറ്റീവായിട്ടുള്ള റോ മെറ്റീരിയലാണ് അവർ. അപ്പോൾ അത് നമ്മൾ ആലോചിക്കണ ഈ യാതൊരു കുലമഹിമയുള്ള ഈ സൗന്ദര്യ ദർശനമില്ലാത്ത പിന്നെ പാപ്പിയോൺ ചെയ്ത സ്റ്റീവ് മാക്യൂനൊക്കെ ഗംഭീരന്മാരായിട്ടുള്ള അഭിനയം കാണിച്ചു വെച്ചവരാണ്. അഭിനയമല്ല, ബിഹേവിങ് കാണിച്ചു വെച്ചവരാണ്. അഭിനയം എന്ന് ഞാൻ പറയില്ല, സിനിമയിൽ അഭിനയം ഇല്ല. അതാണ് അതിൻ്റെ രസം. അപ്പോൾ ആ സിനിമാ വിവാദത്തിൽ നമ്മൾ ഞാനിപ്പോൾ ഇന്നലെ പോയിട്ട് വീണ്ടും ഞാൻ നായകൻ കണ്ടു. എന്ത് മനോഹരമായിട്ടാണ് കമലഹാസൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഓവർ എക്സാജറേഷനിലേക്ക് വരാത്ത തന്നെ റിയൽ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. പഴയ 87 നായകൻ, നാഷണൽ അവാർഡ്, നീയൊരു കാതൽ സംഗീതം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തമിഴ് പാട്ടാണത്. നീയൊരു കാതൽ സംഗീതം, നാഷണൽ അവാർഡാണ്. ആ BGM എൻ പാണ്ടി അതിങ്ങനെ തീം മ്യൂസിക്കായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നൊരു ഋതിക് കുമാർ ഘട്ടക്കൊക്കെ പല ഫിലിമിൽ തീം മ്യൂസിക്കായിട്ട് ഇങ്ങനെ സെൻട്രൽ തീമിലൂടെ ഇങ്ങനെ സ്കെൽട്ടനിലൂടെ കൊണ്ടുപോകുന്നൊരു പരിപാടിയുണ്ട്. വളരെ മനോഹരമാണ്. 1-2 കൊറിയോഗ്രഫി സീനുകളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഗോഡ് ഫാദറിന് ഒപ്പം പിടിക്കുന്ന മരിയ പെസോയുടെ ഗോഡ് ഫാദർ, പിന്നെ അലക്സാണ്ടർ ഫോർഡ് കോപ്പോള ചെയ്തിട്ടുള്ള ക്ലാസിക്കായിട്ടുള്ളൊരു ഒരു മാഫിയ കൊട്ടേഷൻ സിനിമയാണത്. ക്ലാസിക് ഫിലിമാണത്. അത്രയും ലൈവ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അതിനോടൊക്കെ കിടപിടിക്കുന്നൊരു സിനിമ തന്നെയാണ് നായകൻ. ഞാൻ വീണ്ടും കണ്ടു. അപ്പോൾ അത്തരം ഫിലിംസിലൂടെ വന്നിട്ട് പിന്നെ ഒരിക്കലും യുക്തിയില്ലാത്ത കുറേ മണ്ടൻ സിനിമകളും കമലഹാസൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ കമലഹാസന് 4-5 തവണ നാഷണൽ അവാർഡ് വന്നിരിക്കുന്നത് അഭിനയിച്ചിട്ടല്ല, ബിഹേവ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അത് ഡയറക്ടറും എടുക്കുകയാണത്, എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്നുള്ളത്, സ്ക്രിപ്റ്റിനെ എങ്ങനെ ഡിസൈൻ ചെയ്യണം. അയാൾ വെറുതെ അയാളിങ്ങനെ പത്രം വായിക്കുന്നു, എത്ര ഷോട്ടുകളിലൂടെ എന്നുള്ളത് ഡയറക്ടറാണ് തീരുമാനിക്കുന്നത്. തിരക്കഥകൃത്തൊരു വരിയുള്ളൂ, അയാൾ പത്രം വായിക്കുന്നു, നെടുവീർപ്പിടുന്നു, ഓക്കെ. എത്ര ഷോട്ടുകളിലൂടെ അത് ചെയ്യുന്നു, എത്ര വൈറ്റ് ഷോട്ട്, എത്ര മിഡ് ഷോട്ട്, എത്ര ക്ലോസപ്പ്, എത്ര എക്സ്ട്രീം ക്ലോസപ്പ്, പത്രത്തിൻ്റെ പ്രോപ്പർട്ടിയുടെ എത്ര ക്ലോസപ്പ്, അതിൻ്റെ റിയാക്ഷൻ ഷോട്ടുകൾ എത്ര, അപ്പുറത്തുള്ള ആളുടെ നോട്ട് എത്ര, എന്തുമാത്രം പണിയെടുത്തിട്ടാണ് ഒരു ഫിലിം ഇൻഡസ്ട്രി മുന്നോട്ട് പോകുന്നത്. ഒരു 4 ഡയലോഗ് ചെയ്യാൻ 2 മണിക്കൂറൊക്കെയാണ് ചിലപ്പോൾ ഷൂട്ടിങ്ങിന് പോവുക. നാടകത്തിൽ 10 സെക്കൻഡ് കൊണ്ട് കഴിയുന്ന സംഗതിയായിരിക്കും. അതൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ വേടന് മികച്ച ഗാനരചന, ഗംഭീരമായ പാട്ടാണത്. ബോബ് മാർലിയുടെ റേഞ്ചാണ് ഞാൻ പറയാം. മൈക്കൽ ജാക്സൺ എന്നൊന്നും പറയില്ല. ബോബ് മാർലി ചില പ്രൊട്ടസ്റ്റിൻ്റെ ലോക ഗാനരചനാ ചരിത്രത്തിൽ, റാപ്പ് ചരിത്രത്തിലുള്ള പ്രൊട്ടസ്റ്റുകളുടെ തുടർച്ചയാണത്. ആ പ്രൊട്ടസ്റ്റിൻ്റെതായുള്ള ഭാഷ, അതിൻ്റെ സൗന്ദര്യവൽക്കരണം മാറ്റി നിർത്തിയിട്ട് തിരിച്ചറിയാൻ പറ്റുന്നു ജൂറിക്ക്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കാലഘട്ടം അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നു. അതാണ് സംഭവം. ആ ഒരു കാലഘട്ടം അത് സമരോത്സുകമായിട്ടും പ്രതിഷേധത്തിൻ്റെ ഒരു മൂഡിൽ നിൽക്കുമ്പോൾ അത് അഖിലേന്ത്യാ തലത്തിൽ സംഘപരിവാറിനോ എതിരെയുള്ള പ്രതിഷേധങ്ങൾ വരുന്നു. അത് വോട്ടായി മാറുന്നു എന്നുള്ളതും അത് അതിൻ്റെ കള്ളക്കളികളും കാര്യങ്ങളൊക്കെ വേറെ. അത് പറ്റാതിരിക്കുന്നതിൻ്റെ പ്രശ്നം കള്ളക്കളികളായിരിക്കും. പക്ഷെ നമ്മൾ ആ അന്തരീക്ഷത്തിൽ അത് സമകാലികമായിട്ട് ഉയർത്തേണ്ട വിഷയം കൃത്യമായി പാട്ടിലൂടെ, വരികളുടെ, വാക്കുകളിലൂടെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഉയർത്തിയ വേടനെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രസക്തി. വേടനെക്കുറിച്ച്, വേടൻ കഥാപാത്രമായിട്ട് സിനിമ ചെയ്യണമെന്നും വേടൻ നായകനായിട്ട് അഭിനയിക്കണമെന്നും വേടൻ്റെ ലൈഫ് സിനിമയാക്കണമെന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിരുന്നു. ഒരുപാട് പേര് എന്നെ പങ്കാളിട്ടു.
ഈ പൊങ്കാല ഇടുന്നതിന് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. അവരൊക്കെ ആറ്റിങ്ങൽ പൊങ്കാല പോയിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് വിളമ്പി കൊടുത്തോട്ടെ, എൻ്റെ അടുത്തൊന്നും വരണ്ട. സത്യത്തിൽ ദളിതൻ കഥ എഴുതുന്നു, ദളിതൻ സിനിമ ചെയ്യുന്നു. കരിന്തണ്ടൻ ഒരു പെൺകുട്ടി ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും അത് എങ്ങനെ ഇല്ലാണ്ടാക്കാന്ന് ആലോചിക്കുന്നു. അത് നമ്മുടെ ഗവൺമെൻറ് 2 കോടി 3 കോടി കൊടുത്തിട്ട് ചെയ്യിക്കേണ്ട സിനിമയാണത്. അത് വേറെ കാര്യം. ഇന്ത്യ ആദിവാസികൾക്ക് 2 കോടി കൊടുത്താൽ എന്താ പ്രശ്നം? SC/ST സ്ത്രീകൾക്ക് കൊടുക്കുന്ന പോലെ ഗവൺമെൻറ് ചെയ്യണ 2 കോടി ആദിവാസികൾക്ക് ഒറ്റ പ്രോജക്റ്റ് കൊടുത്താൽ മതി ഒരു കൊല്ലത്തിൽ. ആദിവാസികളുടെ ഉള്ളിൽ നിന്ന് തന്നെ സിനിമ ചെയ്യണം, അവർ തന്നെ ചെയ്യണം. അല്ലാണ്ട് നമ്മൾ കുറേ ആൾക്കാർ പോയിട്ട് ചെയ്യല്ല ചെയ്യേണ്ടത്. ഇൻറ്റേർണലായിട്ടുള്ള റിവോൾട്ട് അതിനകത്തു നിന്നുള്ളൊരു വരണം. ഗവൺമെൻറ് അടുത്ത ഇത് ആലോചിക്കേണ്ട കാര്യം, അവരെ ഒരു പ്രോജക്റ്റിന് ആ ട്രൈബിൽ നിന്ന് വരുന്നത് അവരെ ഫിലിം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ കൊടുക്കണം. ഗവൺമെൻറ് ഫ്രീ എൻട്രി കൊടുക്കണം. ഇവിടുത്തെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഒരു ട്രൈബ് എന്ന് സിനിമ പഠിക്കാൻ വരുന്നവർക്ക് ഗവൺമെൻറ് ചെലവിൽ പഠിപ്പിക്കണം. ഞാൻ അങ്ങനെ പറയാത്. അല്ലാണ്ട് ഈ 10,000 20,000 50,000 മേടിച്ച് അവരിന്ന് ഫീസ് മേടിക്കരുത്. ഫ്രീ ആയിട്ട് ഒരു ട്രൈബൽ ടേസ്റ്റുള്ള കക്ഷികളെ അവർക്ക് ഡയറക്ഷനും ആക്ടിങ്ങും ഒക്കെ കൊടുക്കണം. നമ്മുടെ കുപ്പസ്വാമിക്ക് മരിച്ചുപോയി. അപ്പോൾ അങ്ങനെ റിവോൾട്ട് ചെയ്യണം. അവരെ നമ്മൾ പവർഫുള്ളാക്കി കൊണ്ടുവരണം, റാഡിക്കലൈസ് ചെയ്യണം. ആ സമയത്ത് വേടന് അവാർഡ് കൊടുക്കുന്നു, എന്താ പ്രശ്നം? അങ്ങനെയാണ് അതിന് മനസ്സിലാക്കേണ്ടത്. വേടന് അവാർഡ് കൊടുക്കുമ്പോൾ സിനിമ അവാർഡുകളിൽ പല വിവാദങ്ങളുണ്ടോ. നടൻ മമ്മൂട്ടിക്കൊക്കെ കൊടുത്ത് എനിക്ക് ഒരു വിയോജിപ്പൊക്കെ ആസിഫ് അലിക്കൊക്കെയാണ് ഇത്തവണ കൊടുക്കേണ്ടത്. എന്താ അത് കൊടുക്കാതിരിക്കുന്നത്? ഈ ഭ്രമയുഗം പോലൊരു സിനിമയുടെ അകത്ത് ഈ അഭാവവും മേക്കപ്പും വെച്ചിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. അതിപ്പോൾ സിദ്ദിഖ് ചെയ്താലും ആര് ചെയ്താലും അത് ഏൽക്കും. പക്ഷേ ലൈഫ് തൊട്ട് ആസിഫ് അലിയൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് ലെവൽ ക്രോസും കിഷ്കിൻ്റെ കാന്തവും ഒക്കെ. അപ്പോൾ സഹനടനല്ല കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ സ്പെഷ്യൽ ജൂറി അല്ല, നടൻ തന്നെ കൊടുക്കണം. ഇനി ഞാൻ വേറെ കാര്യം ചോദിച്ചിട്ട്, 2 നടൻ മികച്ച നടൻ കൊടുത്താൽ എന്തപ്പോൾ പ്രശ്നം? എന്താ പ്രശ്നം? നിങ്ങളൊന്ന് ചരിത്രം നാഷണൽ അവാർഡിൻ്റെ ചരിത്രത്തിലേക്ക് പോയി നോക്കിയാൽ ഒരു വർഷം 2 നടന് മികച്ച നടൻ കൊടുത്തു. ഏതാന്നാവും? അദാമിൻ്റെ മകൻ അപ്പു, സലിം കുമാർ, ന്യൂനപക്ഷത്തിൻ്റെ ഒരാളാ. BJP എല്ലാ കേന്ദ്രത്തിലും ഭരിക്കുന്നേട്ടാ. ഒപ്പം കൊടുത്തു ആടുകളം, ധനുഷ്, ദളിതൻ. 2 നന്നായി പെർഫോം ചെയ്തപ്പോൾ മികച്ച നടൻ 2 കൊടുത്തു. 2010 തപ്പി നോക്ക്. അദാമിൻ്റെ മകൻ അപ്പു, സലിം കുമാർ ഈ കോമഡിയൊക്കെ ചെയ്ത് കാട്ടിക്കൂട്ടി നടക്കുന്ന മിമിക്രി ആർട്ടിസ്റ്റ്, അയാൾ മനോഹരമായിട്ട് ചെയ്തു. അയാൾക്ക് മികച്ച നടൻ. ഡപ്പാങ്കുത്ത് ഡാൻസും ഫൈറ്റും ഒക്കെ പറഞ്ഞ് കാട്ടിക്കൂട്ടി നടന്നിരുന്ന ഒരു കക്ഷിയായിരുന്നു ധനുഷ്. പക്ഷെ ആടുകളും ഗംഭീരമായിട്ട് ചെയ്തു. അയാൾക്ക് പ്രൈസ് മികച്ച നടൻ. 2 നടന് നാഷണൽ അവാർഡ് കൊടുത്തു. എന്തേ സ്റ്റേറ്റ് അവാർഡ് നടൻ നടിക്കും ഈക്വൽ കൊടുത്ത എന്താ പ്രശ്നം? ഉള്ളൊഴുക്കിൽ 2 പേരും ചേർന്നാലേ അതാവുള്ളൂ. 2 പേർക്കും കൊടുക്കണം. സത്യത്തിൽ കഴിഞ്ഞ വർഷം അങ്ങനെ വന്നു. ഒരാൾക്കല്ല കൊടുക്കണം, 2 പേർക്ക് കൊടുക്കണം. 2 പേരും ചേർന്നാലേ അത് ആവുള്ളൂ. അത് ഈക്വലാണ്. അപ്പോൾ ഇത്തവണ സ്റ്റേറ്റ് അവാർഡിൽ വേണമെങ്കിൽ എന്താ കൊടുത്തൂലേ? ഒരേ സിനിമയിൽ വേണമെന്നില്ല, വ്യത്യസ്ത ഫിലിം. എന്നാൽ 2 നടനെ കൊടുത്ത ഈ സ്പെഷ്യൽ ജൂറി 2-3 പേർക്ക് കൊടുക്കുന്നു, സ്വഭാവം നടൻ കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ നടൻ മാത്രം വരണം, നടി മാത്രം വരണം. 2ഉം ഒഴിച്ചുകൂടാനാവാത്ത അവസ്ഥയാണെങ്കിൽ, ഈക്വലാണെങ്കിൽ, കട്ടയ്ക്ക് കട്ട നിൽക്കുകയാണെങ്കിൽ നടൻ നടിക്ക് ഈ 2 കൊടുക്കുന്നേ. കാശ് കൊടുക്കുക. ഇതിപ്പോൾ ആർക്കപ്പത്? ഞങ്ങളുടെ കാശൊക്കെ ഇല്ല, ഞങ്ങളുടെ നാട്ടുകാരുടെ കാശത്. അല്ലാണ്ട് സാംസ്കാരിക വകുപ്പിൻ്റെയും മറ്റൊരു കാശൊന്നുമില്ല, നമ്മളെ കയ്യിൽ പിരിച്ച കാശാണ്. ഈ പാതിരയ്ക്ക് ഇത് പറയേണ്ടി വരുന്നത് ഇന്ന് 2-3 ചെറിയ സിനിമകൾ ഇങ്ങനെ കണ്ടു വന്നിട്ടാണ്. ഒന്ന് ഇത്തിരി നേരം കണ്ടു, കുത്തും ചവിട്ടും ബഹളവും ചോരയൊന്നുമില്ലാത്ത സിമ്പിൾ ലൈഫുള്ള ഫിലിം. പിന്നെ പോയിട്ട് ഇന്നസെൻ്റ് കണ്ടു. കുറച്ചുകൂടി കോമഡി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, കാർട്ടൂൺ. ചില ഏരിയകൾ വിജയിച്ചു, ചില ഏരിയകൾ അത് വിജയിച്ചിട്ടില്ല. എന്നാലും അപകടമില്ല. ചെറിയ സാമൂഹ്യ വിമർശനമൊക്കെ വേണമെന്നുള്ള രീതിയിൽ വന്ന ഈ 2 സിനിമയും കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ വീട്ടിൽ 2 സിനിമ ഇന്ന് തന്നെയാണ് കണ്ടത്. ഞാനും തിയോയും കണ്ടു. 2ാമത്തെ സിനിമ ടീച്ചറടക്കം 3 പേര് കണ്ടു. തുറന്നു പറയാലോ. ഉച്ചയ്ക്ക് ഞങ്ങൾ പോയിട്ട് ഇത്തിരി നേരം കണ്ടു. മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇവള് നന്നായി ചെയ്തിട്ടുണ്ട്. ആട്ടത്തിലെ നടി
മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള നമ്മളീ കാണുന്ന സാധാരണ ബന്ധങ്ങളിൽ നിന്നൊക്കെ വിട്ട് വളരെ വ്യത്യസ്തമായ സൗഹൃദങ്ങളും അതിൻ്റെ റേഞ്ചൊക്കെ കാണിക്കുന്നതാണ്. അതിന് ന്യൂജൻ എന്ന് ഞാൻ പറയില്ല, ശരിക്കും പറഞ്ഞാൽ വളരെ അഡ്വാൻസ്ഡ് ആണത്. അഡ്വാൻസ്ഡ് ആയിട്ട് ബന്ധങ്ങൾ, യാഥാസ്ഥികമായ ബന്ധങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം ഒരു ഭാഗത്തൊക്കെ ഉണ്ട്. നമ്മൾ സിനിമകൾ തുറന്ന് കാണിക്കണത് ആ യാഥാസ്ഥികമായ കുടുംബ ബന്ധങ്ങളും അഡ്വാൻസ്ഡ് ആയിട്ട് ബന്ധങ്ങളും അതിൻ്റെ വൈരുദ്ധ്യങ്ങൾ തുറന്ന് കാണിക്കുന്ന ആയിരക്കണക്കിന് സിനിമ വരണമെന്ന് ഞാൻ പറയാം, ഷോർട്ട് ഫിലിമൊക്കെ. കാരണം മനുഷ്യൻ്റെ സാധ്യതകൾ, പോസിബിലിറ്റീസ് ആർ ഓപ്പൺ. ഫ്രണ്ട്ഷിപ്പിൻ്റെ പോസിബിലിറ്റീസ്, പ്രണയത്തിൻ്റെ പോസിബിലിറ്റീസ് ഓപ്പണാണ്. അപ്പോൾ ഭാര്യ ഉണ്ടെന്ന് കരുതിയിട്ട് കോംപ്രമൈസ് ചെയ്ത് പോകുന്ന അതൊന്നും മുഴുവൻ ശരിയൊന്നുമല്ല. അപ്പോൾ അങ്ങനെ 2 ഫിലിം കഴിഞ്ഞ് വന്നിരുന്നിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേടൻ എന്ന് പറയുന്ന ആൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഗംഭീരമായ ജഡ്ജ്മെൻറ്റാണ്. ബാക്കി ഒരുവിധം എല്ലാ ജഡ്ജ്മെൻറ്റും ഒക്കെയാണ്. മമ്മൂട്ടിക്കൊപ്പം ആസിഫ് അലിക്കും മികച്ച നടൻ കൊടുക്കേണ്ടതായിരുന്നു. അപ്പോൾ 100% പെർഫെക്റ്റ് ജഡ്ജ്മെൻ്റ് ആയേനെ. ബാക്കി സഹനടൻ കൊടുത്തൊക്കെ ഗംഭീരമാണ്. പാരഡൈസ് ഞാൻ കണ്ടാണ്, നല്ല വർക്കാണ്. ദർശന നന്നായി ചെയ്തിട്ടുണ്ട്, ദർശനയെല്ലാം റോഷനും ചെയ്തിട്ടുണ്ട്. പിന്നെ ടോവിനോ നന്നായി ചെയ്തിട്ടുണ്ട്, ആസിഫ് അലി നന്നായി ചെയ്തിട്ടുണ്ട്, സൗബിൻ അതിമനോഹരം. മഞ്ഞുമൽ ബോയ്സ് അതെടുത്ത് പറയണം ഈ വീഡിയോ എൻഡ് ചെയ്യുമ്പോൾ. മഞ്ഞുമൽ ബോയ്സിനെയൊക്കെ എങ്ങനെ അതിനെ മറികടക്കാം എന്നുള്ള രീതിയിലാണ് ഇവിടെ കുറേ പ്രേതം പിശാശും യക്ഷിയും ഫൈറ്റും ചോരയും കൊലപാതകവും അതിൻ്റെ മണ്ടത്തരങ്ങളും. ഈ ലോകയിലൊക്കെയുള്ള മണ്ടത്തരാല് യക്ഷിയാത്ര. ഏതെങ്കിലും കൊട്ടേഷൻ സംഘം ഓട്ടോറിക്ഷയിൽ വന്ന് ഇഞ്ചക്ഷൻ നിർത്തുന്ന ബോധം കെട്ടുള്ളൂ. യക്ഷി, എന്തൊരു യക്ഷി അത്. പണ്ട് സത്യൻ്റെ കൂടെ സത്യൻ അഭിനയിച്ച യക്ഷി നാണം കെട്ടും. എന്തൊരു കഷ്ടം അത്. എന്നിട്ട് പറന്ന് വിട്ടുക. ഇപ്പം അതൊക്കെ VFX മറ്റേ ഇഫക്റ്റുകൾ, സ്പെഷ്യൽ ഇഫക്റ്റുകളല്ലേ. ഇതൊരു പൊള്ളത്തരങ്ങളാണ്. എന്നിട്ട് ഇവിടെ സ്ത്രീ ശാക്തീകരണമാണെന്ന് പറഞ്ഞ് അതിന് ബൂസ്റ്റ് ചെയ്ത് കുറേ കൊണ്ടെടുക്കും. ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് 2ാം സ്ഥാനം വന്നു. അത് 2 സിനിമയ്ക്ക് കൊടുത്താൽ മതിയായിരുന്നു. മികച്ച 2 സിനിമ. എന്താ പ്രശ്നം? ഫെമിനിച്ചി ഫാത്തിമ പോലൊരു സിനിമ വളരെ എന്താ പറയുക, വളരെ ക്രിയേറ്റീവും വളരെ സൂക്ഷ്മമായിട്ടുള്ള ക്രാഫ്റ്റിലൂടെ, സ്വാഭാവികതയിലൂടെ, റിയലിസത്തിലൂടെ, വിമർശനാത്മകമായൊരു സാധനത്തെ അത് ആ കടലോരമൊക്കെ കാണാൻ നമുക്ക് കൊതി തോന്നും. അപ്പോൾ ഈ കടത്തീരത്തൊക്കെ ഇത്രയും റബലായിട്ടുള്ള മനുഷ്യരുണ്ടോയെന്ന് തോന്നിപ്പോവും. അങ്ങനെയാണ് വർക്ക് ഓഫ് ആർട്ട്. മക്കണ്ട ഗ്രാമം, മാർക്കസ് സുജത്തി, ചെക്കോവിൻ്റെ കഥാപാത്രങ്ങൾ, ഡോസ്റ്റോവസ്കിയുടെ കഥാപാത്രങ്ങൾ, എവിടെയൊക്കെയോ തെരുവിലൂടെയും പാർക്കിലൂടെ കടന്നുപോയ കഥാപാത്രങ്ങൾ. ആ പാർക്കും തെരുവും ബാറും കാണുമ്പോൾ ഇവിടെ അവരുണ്ടായിരുന്നല്ലോ എന്ന് തോന്നുന്നു. അതാണ് ലൈഫ്. അല്ലാണ്ട് ഫാൻറ്റസി കുറേ കാട്ടിക്കൂട്ടലല്ല. ഫാൻറ്റസി റിയൽ ലൈഫിൽ കാണിക്കാൻ ടെക്നോളജി ഡെവലപ്പ് ചെയ്തപ്പോൾ തോന്നിയാസം കാണിക്കുക ആളുകൾ. തോന്നിയാസം കാണിക്കലാണോ ഫാൻറ്റസി? ഈ കാട്ടിക്കൂട്ടുന്ന ഞാൻ അങ്ങനെ നോക്കിയിരുന്നപ്പോൾ അതിങ്ങനെ പോയി, കൈ ഇങ്ങനെ നീണ്ടു വന്നു, ചന്ദ്രനിലെ മറ്റേ കുത്തി ചന്ദ്രൻ ചോരൊലിച്ചു. ഇതിങ്ങനെ കാണിക്കാൻ ആർക്കാൻ പറ്റാത്തത്? മുഴുവൻ പൊട്ടത്തര. അതിന് കുറേ കോടികൾ ചിലവാക്കി ജനങ്ങൾ കാശ് കൊടുക്കുന്നു. ഹൊറർ എന്ന് പറയുന്നത് ആരാ? കിങ് ഓഫ് സസ്പെൻസ് ആരാ ലോക സിനിമയിൽ? ആൽഫ്രഡ് ഹിച്ച്കോക്ക്. പ്രേതം പിശാചും പരിപാടി ഒന്നും ചെയ്തിട്ടില്ല ഫുള്ളി. കിങ് ഓഫ് സസ്പെൻസ് ആൽഫ്രഡ് ഹിച്ച്കോക്ക്. ഇപ്പോഴും ലണ്ടൻ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നുണ്ടാവും, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. എത്രയാണ് ജീവിതത്തിൻ്റെ അകത്തുള്ള മനുഷ്യർ, അതിൻ്റെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ്, അതിൻ്റെ ഭയങ്കരമായ സൈലൻസ്. ഓരോ ഫിലിമും സൈക്കോ, ഫ്രൻസി, ഇങ്ങനെ കുറേ ഫിലിംസ്. വെറുതെ എല്ലാവർക്കും കിങ് ഓഫ് സസ്പെൻസ് എന്ന് പേര് കൊടുത്തു. അങ്ങനെയുള്ളൊരു ലോകം. പിന്നെ മറ്റേ എക്സാജറേഷൻ്റെ മറ്റേ ഓമൻ, എക്സോർസിസ്റ്റ്, ടെറർ ഇൻ ദ ഐൽസ്, ഈവിൾ ഡെഡ്, ഒരുപാട് കാര്യങ്ങൾ, ഡ്രാക്കുള. ആർക്ക് വേണം ഈ ഹൊറർ? സയൻസ് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് നിൽക്കുന്ന കാലമാണ് മക്കളെ. എന്ത് ഹൊറർ, എന്ത് മിത്ത്, അത്ഭുതങ്ങൾ. ഒരു അത്ഭുതമില്ല. 2 മിസൈൽ പ്ലസ് 2 മിസൈൽ 4 മിസൈൽ അതിട്ട് കഴിഞ്ഞാൽ തീരും. ഏത് കാന്താരയും പോവും, പൊട്ടിത്തെറിച്ച് പോവും. അങ്ങനെ ലോകത്ത് നിന്നിട്ട് മിത്തിന് ഊർജം, കാന്താര. ആ നടൻ നല്ല നടനാണ്, അലറി പറയുന്നു, കുറേ ആക്ട് ചെയ്യണു. ഷിബു ഇയാൾ എന്തുകൊണ്ടാണ്, ഋഷഭ് ഷെട്ടി.
ഇത് കണ്ടിരിക്കാൻ നാടകീയമായി കണ്ടിരിക്കാൻ രസമുണ്ട്. അല്ലാണ്ട് എന്തായി ഇതിനൊക്കെ മീനിങ്? ഇന്നർ എനർജി ഉണ്ടാക്കാൻ മിഥുനെയോ അല്ലെങ്കിൽ ക്രൈസ്റ്റിനെയോ സൂര്യനെയോ ബുദ്ധനെയൊക്കെ ഉണ്ടാക്കാന്നല്ലാതെ ഇതൊക്കെ നമ്മൾ രക്ഷിക്കുന്നതാണോ പറയുന്നത്? അങ്ങനെയാണ് ജാപ്പാനിൽ ഹിരോഷിമ നാഗസാക്കിയിൽ നിന്ന് ബോംബിടുമ്പോൾ ബുദ്ധൻ രക്ഷിക്കണ്ടേ പോയിട്ട്? ജാപ്പാൻ ഒക്കെ ബുദ്ധൻ്റെ ഐഡിയോളജിയല്ലേ നിൽക്കുന്നത്. സുനാമിയും ഉരുൾപൊട്ടലും എത്രയും ഭൂമിക്കലൊക്കെ ഉണ്ടാകുന്ന ചൈനയും ജാപ്പാനിലൊക്കെ ബുദ്ധനാണ്. കൺഫ്യൂഷ്യസ്, ബുദ്ധൻ, അവരൊക്കെയാണ് അവിടുത്തെ ഈ പറഞ്ഞ ഫിലോസഫേഴ്സ്, അല്ലെങ്കിൽ അവർ ആരാധിക്കുന്നത്. എന്നിട്ട് എന്താ നോൺ വയലൻസിൻ്റെ സ്ഥലത്ത് എന്താ വയലൻസ് ഇല്ലേ? നാച്ചുറൽ വയലൻസ് ഇല്ലേ? ഒരു കാര്യമില്ല. ഹോളി സിറ്റി ബഗ്ദാദ്, ബഗ്ദാദ്, അമേരിക്കക്കാരൻ 4+4 8 മിസൈൽ ഇട്ടു, ഇതാ കിടക്കുന്നു. യുദ്ധത്തിനെ ആഗ്രഹിക്കില്ല. മിത്തോളജി, അന്ധവിശ്വാസം, വിശ്വാസത്തിൻ്റെയൊക്കെ പ്രസക്തി അത്രയേ ഉള്ളൂ. പറയേണ്ടി വരുമ്പോൾ എല്ലാം പറയാണ്. ബഗ്ദാദ് ഈസ് എ ഹോളി സിറ്റി. സദാം ഹുസൈൻ അന്ന് 89-ലൊക്കെ വന്നിരുന്ന് ആദ്യം ബഗ്ദാദ് തകർക്കപ്പെട്ടു, വീണ്ടും റീബിൽഡ് ചെയ്തു. അയാൾ ഓരോ തവണ ഇറാഖ് യുദ്ധം വരുമ്പോഴും അമേരിക്കക്കെതിരെ അയാൾ ടി വിയിൽ അല്ലാഹ് വിൽ സേവ് അസ് എന്ന് പറഞ്ഞിരുന്നു. കൃഷ്ണ വിൽ സേവ് അസ്, ക്രൈസ്റ്റ് വിൽ സേവ് അസ്. ഒരു ആരും സേവ് ചെയ്യില്ല. ഫിസിക്കൽ സയൻസിൻ്റെ കാലമാണ്. 10+10 20 മിസൈൽ ഇതാ വരുന്നു. ഒരു ഭൂമി ഇല്ലാണ്ടാവും, ഒരു രാജ്യം പോലും ഇല്ലാണ്ടാവും, ബട്ടൺ അമർത്തിയ ലോകം പോലും ഇല്ലാണ്ടാവും. അത്ര സാധനങ്ങളൊക്കെ നമ്മൾ അറ്റ്ലാന്റിക് ഓഷനിലും പസഫിക് ഓഷനിലും അവിടെ ഇവിടെയൊക്കെ എല്ലാവരും പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. ഒരു ഭൂമിനെ ഇങ്ങനെ കടുകുമണി പോലെ ചുട്ടരിക്കാൻ പറ്റുന്ന സാധനം ഉണ്ടാക്കി വെച്ചിട്ട് നിന്നിട്ട് നമ്മൾ മിത്ത് രക്ഷിക്കും, വിശ്വാസം രക്ഷിക്കും, ദൈവം രക്ഷിക്കും, ഈശ്വരൻ രക്ഷിക്കും, അള്ള രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് പൊട്ടത്തരങ്ങൾ സിനിമയിൽ. ഞാൻ പറഞ്ഞ അതിനേക്കാളൊക്കെ എത്രയോ മികച്ച സിനിമയാണ് ഈ ഫെമിനിറ്റി പാത്തിയും. ഒരു കിടക്കയുടെ പ്രശ്നം, അത് കിട്ടണം. ആ കിടക്കയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു. വലിയൊരു സമരമാണത്. ഒരു സൈക്കിൾ കിട്ടാൻ വേണ്ടിയിട്ട്, തിരിച്ച് കിട്ടാൻ വേണ്ടി സമരം നടത്തിയ ബൈസിക്കിൾ തീവ്സ്. സത്യം പറയുന്ന ഒരു ഇൻസിഡൻറ്റിനെ പല ആംഗിളിൽ അതിമനോഹരമായി ചിത്രീകരിക്കുന്നത്. ഒരു മിത്തും ഇതൊന്നുമില്ല, കൃത്യമായിട്ടുള്ള പല ഹ്യൂമൻ പെർസ്പെക്റ്റീവ് റാഷമാണ്. മിത്ത് പൊളിഞ്ഞ് റിയാലിറ്റിയിലേക്ക് വരുന്ന പ്രിയനന്ദൻ്റെ പുലിജന്മം, മിത്ത് റിയാലിറ്റി തമ്മിലുള്ള വൈരുദ്ധ്യം, എന്ത് മനോഹരമായ സിനിമയാണ്. ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാ? ദബാരിക്കുരുവി. നമ്മൾ എടുത്ത് പറയണ്ടേ, ലോക സിനിമയിൽ 100 സിനിമ എന്ന് പറഞ്ഞാൽ പ്രിയൻ്റെ ഒരു 3 സിനിമയിലുണ്ടാവും. ഞാനാ പറയുന്നത്. സുവർണരേഖ പോലെയുള്ള ബംഗാൾ വിഭജനത്തിൻ്റെ ഘട്ടക്കിൻ്റെ ഫിലിം. കൂട്ടത്തിൽ നമ്മൾ സത്യജിത്രയുടെ ഖദർ പാഞ്ചാലി ഉൾപ്പെടുത്തും, ലൈഫായതുകൊണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോഴാണ് ഈ പ്രേതവും പിശാചും മറ്റതും മറിച്ചതും ആത്മാവും എന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പ്. അതെല്ലാം ഒരു പ്രോഗ്രസീവായിട്ടുള്ള മനുഷ്യൻ്റെ ചിന്തകളെ, റാഷണൽ സയൻറ്റിഫിക് ചിന്തകളെ തകർക്കാനുള്ള വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഇമ്പീരിയലിസ്റ്റ് തന്ത്രങ്ങളാണ്. അത് തിരിച്ചറിയുക. അതുകൊണ്ട് വേടന് അവാർഡ് കൊടുക്കുന്നതും ഒക്കെ നമ്മൾ അംഗീകരിക്കുക. ഫിലിമിൻ്റെ ഈ തവണത്തെ ആ ഒരു കുട്ടികളുടെ സിനിമ ഇല്ല എന്ന് പറയുന്നത് നാണക്കേടുണ്ട്. സ്ഥാനാർത്ഥി ഒരു കുട്ടികളുടെ സിനിമ ഉണ്ടായിരുന്നു, ഞാനത് കണ്ടതാണ്. വലിയവരുടെ ആംഗിളിൽ നിന്ന് കുട്ടികളെ ചെയ്തു എന്നൊക്കെയാണ് ഇവർ കണ്ടെത്തുന്നത്. ഇന്നിപ്പോൾ ഈ പാതിരയ്ക്ക് ഇത്രയാണ് പറയുന്നത്. തീർച്ചയായിട്ടും സിനിമ ഇൻഡസ്ട്രി കുറച്ചുകൂടി ജീവിതത്തെ തൊട്ട്, ജീവിതത്തിൻ്റെ അകത്ത് ഭരണകൂടം ചെയ്ത വയലൻസും നരിവേട്ടയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ 2025 ഫിലിമായിരിക്കും. വയലൻസ് കാണിക്കണം. ആർക്കെതിരെ? ഏതെങ്കിലും കൊട്ടേഷൻ സംഘം പോലുള്ള പണി പോലുള്ള സിനിമ ഇങ്ങനെ വന്ന് കുറച്ച് പിള്ളേർ അങ്ങോട്ട് നടന്നു അങ്ങനെ കൊല്ലലും അതൊന്നുമല്ല കാണിക്കേണ്ടത്. അതിനപ്പുറത്തേക്കുള്ള വയലൻസ് ഇവിടെ നടക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ വയലൻസ് ഉണ്ട്, സ്റ്റേറ്റിൻ്റെ വയലൻസ് ഉണ്ട്. അപ്പോൾ വയലൻസ് കാണിക്കുന്നിടത്ത് വയലൻസ് തന്നെ കാണിക്കണം, അതിൽ മടി കാണിക്കരുത്. അങ്ങനെ അതിശക്തമായ സിനിമകൾ വന്നിട്ട് വേണം ഈ പറഞ്ഞ അയുക്തികമായ, അസംബന്ധമായ, മിത്തിൻ്റെ എന്തോ വലിയ സംഭവം എന്നൊക്കെ കാട്ടിക്കൂട്ടുന്ന ഈ ഒളിച്ചു കടത്തൽ സിനിമകൾ, ഒരുപക്ഷെ വർഗീയത ഒളിച്ചു കടത്തുന്ന സിനിമകൾ, അതിനെ ബ്രേക്ക് ചെയ്യാൻ ജീവിതഗന്ധിയായിട്ടുള്ള അതിജീവനത്തിൻ്റെ സിനിമകൾ, സ്ത്രീകൾ മത്സ്യക്കൊട്ട തലയിൽ വെച്ച് പണിയെടുത്ത് ജീവിക്കുന്ന, പാറമടത്തിലും
റോഡ് പണിയിലൊക്കെ തൊഴിലാളി സ്ത്രീകൾ, അവരുടെ ലൈഫൊക്കെ ഒന്ന് പകർത്തണം ചേച്ചി, അതൊക്കെ തിരക്കഥ ഉണ്ടാക്കണം. ഒരു കന്മത എപ്പോഴോ കഴിഞ്ഞു, ഒരു കള്ളിച്ചെലമ്യം കഴിഞ്ഞു. അങ്ങനെ വർക്കിംഗ് ക്ലാസ്സായിട്ട് ബന്ധപ്പെട്ട ഫിലിംസിലെ സ്ത്രീകളുടെ ശാക്തീകരണം ഒരു ഗംഭീരമായ സിനിമയ്ക്ക് സാധ്യതയുണ്ട്. പക്ഷെ എന്താ ഇവിടെ നടക്കുന്നത്? ഇവിടെ മുഴുവൻ മിഡിൽ ക്ലാസ്സിലെ സ്ത്രീകൾ, വിപ്ലവം പറയുന്നവരൊക്കെ ഡോക്ടർ, വക്കീൽ നിൽക്കുന്നത്. ഒരുപാട് നടി നടന്മാർ റെഡിയാണ് വക്കീലും ഡോക്ടറും അധ്യാപികയൊക്കെ ആവാൻ. അതൊന്നല്ല, വർക്കിംഗ് ക്ലാസ്, ഡൗൺ ട്രോഡൻ, താഴെ ഗ്രാസ് റൂട്ടിൽ ജീവിക്കുന്ന, ഫൈറ്റ് ചെയ്യുന്ന സ്ത്രീകൾ, റഫായിരിക്കും മുഖഭാവമൊക്കെ. അങ്ങനെയുള്ളവരെ കാസ്റ്റ് ചെയ്തിട്ട് വേണം സിനിമ ചെയ്യാൻ. സ്ത്രീ ശാക്തീകരണം ചെയ്യുന്നവർ മുഴുവൻ അടിത്തട്ടിൽ ഇറങ്ങിയിട്ട്, തെരുവിൽ ഇറങ്ങിയിട്ട് 360 ഡിഗ്രി ഒന്ന് നോക്കണം. ചന്തയിൽ കപ്പ വിൽക്കുന്ന സ്ത്രീയുണ്ടോ, പച്ചക്കറി വിൽക്കുന്ന സ്ത്രീയുണ്ടോ, മീൻ വിൽക്കുന്ന സ്ത്രീയുണ്ടോ? അവരൊരു 3-4 സ്ത്രീകളെ വെച്ചിട്ട് വേണം. അല്ലാണ്ട് മധ്യവർഗത്തിലെ കുറച്ച് സ്ത്രീകളെ വെച്ചിട്ടല്ല സ്ത്രീമോചനം പറയുക. വർക്കിംഗ് ക്ലാസ്സിൻ്റെ സ്ത്രീകളെ വെച്ച് പറയണം. ഇതൊക്കെ ഇങ്ങനെ പറയാനേ എനിക്ക് പറ്റുള്ളൂ. ആവശ്യമുള്ളവരെ ഏറ്റെടുത്തോ, അത്രയേ പറ്റുള്ളൂ. കവിതയൊക്കെ എഴുതിയും പ്രതിഷേധമായിട്ട് ഇങ്ങനെയൊക്കെ സ്നാപ്പൊക്കെ ചെയ്ത് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പൊക്കോട്ട്. ഓക്കെ, എന്നിട്ട് അതുകൊണ്ട് റിസൾട്ടിൽ 99% ഗംഭീരമാണ്. ആസിഫ് അലിക്കും മമ്മൂട്ടിക്കും ഈക്വലായിട്ട് മികച്ച നടനും കൂടി കൊടുത്തിരുന്നെങ്കിൽ കറക്റ്റാണ്. വേടരൊക്കെ 100% അവാർഡ് കൊടുത്ത് കറക്റ്റാണ്. അത് കൂരമ്പ് പോലെ തറയ്ക്കും, അവൻ ഇനിയും ചെയ്യും. പിന്നെ ഈ മൊറാലിറ്റി നോക്കും ചിലർ. അങ്ങനെയാണെങ്കിലേ ലോക നാടക ചരിത്രം, ലോക കലാചരിത്രത്തിനകത്ത് കള്ളും കഞ്ചാവും കുടിക്കുന്ന ആൾക്കാരെ മാറ്റിക്കഴിഞ്ഞാൽ ഒരു 80% വർക്ക് ഓഫ് ആർട്ടിന് എടുത്ത് കളയേണ്ടി വരും. ഡോസ്റ്റോവസ്കിയൊക്കെ ചൂതുകളിയും കള്ളുകൂടിയായിട്ട് നടക്കുന്ന ആളാണ്. പക്ഷെ അതേ മഹാനായ മനുഷ്യനെ എഴുതിയ കരമസോ സഹോദരന്മാർ ഇന്നും നമ്മൾ ലോകത്തിലെ 1.5 നൂറ്റാണ്ടിനകത്തുണ്ടായ 100 നോവലിൽ 10 നോവൽ എടുത്താൽ പോലും ആദ്യം 100 എടുക്കാം, പിന്നെ അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് 10 കരമസോ സഹോദരന്മാർ അവിടെ ഉണ്ടാവും. അതിലും വലിയ അനാർക്കിസ്റ്റൊന്നും ഭൂമിയിൽ വേറെ ഉണ്ടായിട്ടില്ല. അനുഭവത്തിൻ്റെ തീച്ചുളയിൽ നിന്ന് പാതരയ്ക്കും കിടന്നോടത്തും കിടന്ന് ചാപ്റ്ററുകൾ എഴുതിയ ആളാണ് ഡോസ്റ്റോവസ്കിക്ക്. അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ നിങ്ങൾ എങ്ങനെ കാണുക? കള്ളുടിച്ച് നടക്കുകയായിരുന്നു, ചൂത് കളിക്കുകയായിരുന്നു, കാമുകി അന്ന അവളെ ഉപേക്ഷിച്ച് മറ്റും പോയി ഗാംബ്ലർ എഴുതി തീർക്കാൻ പോയി. ഇങ്ങനെയൊക്കെയാണ് ആ കാണുന്നത്. എന്തെന്നാ പുണ്യാളന്മാരായിട്ട് ബന്ധപ്പെട്ടവരാണോ ഇവിടെ വർക്ക് ഓഫ് ആർട്ട് ചെയ്തവർ? അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഘട്ടക്ക് മണ്ടനായി മാറില്ലേ? ചാരാ ഷാപ്പിലിരുന്നിട്ടും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഈ തിരക്കഥ എഴുതിയ ഘട്ടക്ക് ജോൺ അബ്രാഹം ഒക്കെ മണ്ടന്മാരാവില്ലേ? നിങ്ങൾ ആര് ഇത് വർത്താനായി പറയുന്നത്? ഈ കള്ള്, കഞ്ചാവ്, പ്രണയം, സെക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ലോക നിലവാരത്തിൽ വർക്ക് ഓഫ് ആർട്ടിനകത്ത് 5ഉം 4ഉം 5ഉം ഡൈവോഴ്സ് കഴിഞ്ഞ ആൾക്കാരില്ലേ? ചാർലി ചാപ്ലിൻ അടക്കമല്ലേ? എന്ത് മാനദണ്ഡമാണ് നിങ്ങൾ ഈ കൊണ്ടുവരുന്നത്? ഈ സദാചാരവാദികൾ ചത്ത് കഴിയുമ്പോൾ മറ്റതെല്ലാം നുണ പറയുന്ന പത്രങ്ങളുടെ മാത്രമാണ് ഏത് ഈ മൊറാലിറ്റി. വർക്ക് ഓഫ് ആർട്ട് കാലത്തിൽ നിൽക്കും. ക്രിയേറ്റീവ് വർക്ക് ഓഫ് ആർട്ട് അതാണ് കാലത്തിൽ അതിജീവിക്കുക. ഡെയിലി ലൈഫിൽ അയാൾ എന്ത് ചെയ്തു അതൊന്നും ആരും മൈൻഡ് ചെയ്യില്ല. പക്ഷെ നുണ പറയുന്ന ചില പത്രങ്ങൾക്കൊക്കെ അത് വേണം. കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, ഞാൻ പിന്നെ പറയാം. ഞാൻ ചാക്കോടി അന്തിക്കാഷ്. ഇത്രയും കാര്യങ്ങൾ പറയാതെ ഇന്ന് ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ്. കാരണം ആ രീതിയിൽ ഒരുപാട് 3-4 ദിവസമായിട്ട് ഇതിങ്ങനെ യാത്രകൾ കഴിഞ്ഞ് വന്ന് ഈ അവാർഡിൻ്റെ വിവാദങ്ങളൊക്കെ നിൽക്കുന്ന കാരണമാണ് ഇത്ര 10-30 മിനിറ്റ് ഇത് സംസാരിക്കുന്നത്. ഞാൻ ഇന്നും ഊന്നി പറയുന്നു, ഫിലിം നോട്ട് ആൻ എൻ്റർടൈൻമെൻറ്റ്, അത് ഇസ് എ ക്രിയേറ്റീവ് ആർട്ട്. ദലൂഷ് പറഞ്ഞിട്ടുള്ളതാണ്. ജസ്റ്റ് ലൈക്ക് ഡോസ്റ്റോവസ്കി റൈറ്റിംഗ് നോവൽസ്. അപ്പോൾ വളരെ സമൂഹത്തിൻ്റെ ആഴത്തിൽ പോയിട്ട്, ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ ആഴത്തിൽ പോയിട്ട് പിടിച്ചെടുത്ത് മുഹൂർത്തങ്ങൾ കൊണ്ടുവരുന്നത്. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഫിലിം എന്നുള്ളത്. അല്ലാണ്ട് വെറുതെ എന്തോ എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ സാരോപദേശം പറയാനുള്ള പരിപാടിയൊന്നുമല്ല സിനിമ. അത് അതിൻ്റെ വിഷ്വൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് അത്ര ലൈറ്റ് ആൻഡ് ഷെയ്ഡിലൂടെ അതിഗംഭീരമായിട്ട് ചെയ്യണം. ഇനി അതൊന്നും പറ്റിയില്ലെങ്കിൽ പോയിട്ട് 3.5 മണിക്കൂറിൽ ആന്ധ്ര റൂപള പോലുള്ള ഒരു സിനിമ കാണും തർക്കോസ്കിയുടെ. വിവരം അറിയും. 12ാം നൂറ്റാണ്ടിലൊരു ആർട്ടിസ്റ്റിൻ്റെ ലൈഫ്, ആ 3.5 മണിക്കൂർ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആ സിനിമയുടെ ഗ്രാമർ മനസ്സിലാക്കിയിട്ടൊക്കെ വേണം പറഞ്ഞ് വിമർശകർ പോലും
കാര്യങ്ങൾ കാണാൻ. നമ്മൾ പുതിയ തലമുറയ്ക്കുള്ള ഉപദേശമാണത് കേട്ടോ. ഓക്കെ.